BLOമാരുടെ ജോലി ഭാര പ്രതിസന്ധി മുഖവിലക്കെടുക്കാതെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇന്നും കാര്യങ്ങൾ വിശദീകരിച്ചത്. ജോലിയിൽ വിട്ടുവീഴ്ച പാടില്ല എന്ന് രത്തൻ യു കേൽക്കർ പറഞ്ഞു. ഭരണഘടനാ ഉത്തരവാദിത്വം നിറവേറ്റേണ്ടത് കടമയാണ്. ടാർഗറ്റിനു വേണ്ടി കൂട്ടായ പരിശ്രമം വേണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. വാക്കുകളിലേക്ക്. അവർക്ക് കുറച്ച് ഫോം ഫിൽ ചെയ്യുന്നതിൽ പ്രയാസങ്ങളുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരാൾ മറ്റൊരാൾ സഹായിക്കണം. ഒരു കൂട്ടായ്മ പ്രവർത്തനം വേണം. ഇപ്പോൾ നമുക്ക് ഡിസംബർ 4-ാം തീയതിക്കുള്ളിൽ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കണം. അത് കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ് ആണ്. അത് കോൺസ്റ്റിറ്റ്യൂഷൻ അധികാരം വെച്ചിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കുന്നത്. ആ അധികാരം ഉപയോഗിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ. ആ അധികാരം അവർക്കുള്ളത്. അവർ തീരുമാനിച്ചാൽ അത് എല്ലാവരും നടപ്പിലാക്കണം. സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ BLOമാരുടെ പ്രതിഷേധം തുടരുകയാണ്. കണ്ണൂരിൽ SIR ഫോമുമായി ബന്ധപ്പെട്ട പരിശീലന പരിപാടിയിൽ BLOമാർ പരസ്യമായി പ്രതിഷേധിച്ചു. ഒരു മാസം കൊണ്ട് നമുക്ക് മനുഷ്യസാധ്യമായ എല്ലാം നമുക്കറിയാം. നിങ്ങളുടെ പ്രതിഷേധങ്ങൾ പക്ഷെ ഇനി അതല്ല, കഴിഞ്ഞു പോയത് അതുകൊണ്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ, നീക്കം ചെയ്യൽ, തിരുത്തൽ എന്നിവയ്ക്ക് സഹായിക്കുന്ന ഉദ്യോഗസ്ഥരാണ് ഈ BLOമാർ. ബൂത്ത് പരിധിയിലെ വോട്ടറും താമസക്കാരനുമാകണം BLO. രാഷ്ട്രീയ പാർട്ടി അംഗത്വം പാടില്ല എന്നൊക്കെയാണ് നിബന്ധനകൾ. തദ്ദേശ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ ഗ്രൂപ്പ് C ജീവനക്കാരാണ്. നിങ്ങൾക്ക് അറിയാം അവർ നിങ്ങളുടെ എല്ലാം വീടുകളിൽ പലയാവർത്തി ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടാവണം. കരാർ അടിസ്ഥാനത്തിലുള്ള അധ്യാപകരും അംഗനവാടി ജീവനക്കാരും ഒക്കെ BLOമാരായി പല ഘട്ടങ്ങളിലായി നിയമിക്കപ്പെടുന്നുണ്ട്. ഈ എന്യൂമറേഷൻ ഫോം വീടുകളിലെത്തി നൽകി വോട്ടർമാരിൽ നിന്ന് പൂരിപ്പിച്ചത് വാങ്ങേണ്ടതുണ്ട്. വിവരങ്ങൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന ജോലിയും BLOമാർക്കാണ്. 1 മാസം സമയം അനുവദിച്ച ശേഷം ഒരാഴ്ച കൊണ്ട് പൂർത്തിയാക്കാനുള്ള കടുത്ത സമ്മർദ്ദം ഇവർക്ക് മേലുണ്ടായി എന്നത് തെളിവ് സഹിതം പുറത്തു വന്ന വിവരമാണ്. വീട് കയറി ഇറങ്ങേണ്ടത് 3 തവണയാണ്, ചിലപ്പോൾ 4 തവണ. 600 മുതൽ 1500 വരെ വോട്ടർമാരെ കൈകാര്യം ചെയ്യണം. 2002 വോട്ടർ പട്ടികയുമായി വീടുകളിലേക്ക് ഇറങ്ങുമ്പോൾ നേരിടുന്നത് പലതരം വെല്ലുവിളികളാണ്. 2002 വോട്ടർ പട്ടികയിലെ വിവരങ്ങൾ പല വോട്ടർമാരുടെയും പക്കൽ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. പല വീടുകളിലും എത്തുമ്പോൾ ആളുകളില്ല, ചില വീടുകളിൽ സഹകരണവുമില്ല. ഒരു വീട്ടിൽ തന്നെ പല ബൂത്തുകളിലെ വോട്ടർമാരുള്ളത് പ്രതിസന്ധിയാണ്. ആലപ്പുഴയിൽ BLOമാർക്ക് കടുത്ത സമ്മർദ്ദം എന്നാണ് പരാതി. നേരിട്ട് വിളിച്ച് ശാസിച്ച് ജില്ലാ കളക്ടർ. വാട്സപ്പ് ഗ്രൂപ്പിലും ജില്ലാ കളക്ടറുടെ പരസ്യശാസനയുണ്ടായി. ചടങ്ങിന് വേണ്ടി പണിയെടുക്കുന്നു എന്നുള്ള കുറ്റപ്പെടുത്തലുണ്ടായി. ഫീൽഡിൽ നേരിട്ടിറങ്ങി നടപടിയെടുക്കുമെന്ന് ആലപ്പുഴ ജില്ലാ കളക്ടറുടെ താക്കീതുണ്ട്. സമ്മർദ്ദത്തിലാക്കരുത് എന്ന് വാട്സാപ്പ് ഗ്രൂപ്പിൽ BLOമാർ അഭ്യർത്ഥിക്കുന്നു. പല BLOമാരുടെയും ഇത്തരം അഭ്യർത്ഥനകൾ അതേസമയം തന്നെ ഡിലീറ്റ് ചെയ്യുന്നു എന്നുള്ള ആരോപണവുമുണ്ട്. പൂരിപ്പിച്ച എന്യൂമറേഷൻ ഫോം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കും ശേഖരിക്കും എന്നിപ്പോൾ പറയുന്നു. ബൂത്ത് ലെവൽ ഏജന്റുമാരുടെ സഹായം തേടാൻ അനുമതി നൽകി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. BLOമാർക്ക് ദിവസം പരമാവധി 50 ഫോം വീതം ശേഖരിച്ച് BLOമാരെ ഏൽപ്പിക്കാം എന്നാണ് വ്യവസ്ഥ. ഫോമുകൾ ശേഖരിക്കാൻ കളക്ടർമാരുടെ അറിവോടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഹെൽപ്പ് ഡെസ്ക് തുടങ്ങാം എന്നും ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. സനീഷ്, എന്തായാലും BLOമാരുടെ കഷ്ടപ്പാട് വളരെ വലുതാണ്. ചില പ്രദേശങ്ങളിൽ വളരെ എളുപ്പത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാം. കാരണം അതാത് വാർഡുകളിൽ താമസിക്കുന്ന ആളുകളൊക്കെ ആയതുകൊണ്ട് പരമാവധി ആ പ്രദേശത്തുള്ള ആളുകളെ അറിയാം എന്നതുകൊണ്ടും വളരെ എളുപ്പത്തിൽ ഇത് ചെയ്തു പോകാം എന്നൊക്കെയുള്ള ഒരു സ്ഥിതിയുണ്ട്. അത് പക്ഷേ ചില ജോലികൾ ചെയ്യുന്നവർക്കും ചില തരത്തിൽ ഈ കാര്യത്തെക്കുറിച്ചൊരു ധാരണയുള്ളവർക്കൊക്കെ മാത്രം പറ്റുന്ന കാര്യമാണ്. എല്ലാ BLOമാർക്കും അത് പറ്റില്ല. പിന്നെ ഇപ്പോൾ ഒരു വീട്ടിൽ 2 വാർഡിൽ വോട്ടുള്ളവരുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലുണ്ട്. എൻ്റെ അനിയൻ്റെ വോട്ട് മറ്റൊരു വാർഡിലാണ് കിടക്കുന്നത്. ഇങ്ങനെ അതായത് 2002 അന്നത്തെ പട്ടികയിൽ ആ മട്ടിലാണ് കിടക്കുന്നത്. അയാൾക്ക് ഇത് എന്ത് ബുദ്ധിമുട്ടുണ്ടാക്കി വെക്കുന്നുള്ളത് നമ്മൾ നേരിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇപ്പോൾ 10ഉം 500ഉം 1000ഉം പേജ് കയ്യിലുള്ള ഒരാൾക്ക് ഒരു വീട്ടിലെ വോട്ടർമാരിൽ പല വോട്ടർമാരും ഇതിൽ ഏതെങ്കിലുമൊക്കെ പേജിലായി കിടക്കുന്ന സാഹചര്യമുണ്ട്. അത് കണ്ടെത്താനൊക്കെ കഷ്ടപ്പെടേണ്ടതുണ്ട്. ഇങ്ങനെ 100 പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആ പ്രശ്നങ്ങൾക്കെല്ലാമുള്ള ഉത്തരം ഇന്ന് രത്തൻ കേൽക്കർ നൽകി എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗുകാർ ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ഒക്കെ ചെയ്യുമല്ലോ. അതേക്കുറിച്ച് അവർ വാചാലരാകുമല്ലോ. അതല്ലെങ്കിൽ ചിലപ്പോൾ ഭീഷണിപ്പെടുത്തുമല്ലോ. ഇതൊക്കെയാണ് ഈ പറയുന്ന എല്ലാവരുടെയും ഭാഗത്തു നിന്ന്. അതായത് ഇപ്പോൾ കളക്ടറുടെ ഭീഷണി നമ്മൾ നേരിട്ട് കേട്ടു. അതല്ലെങ്കിൽ ഈ എന്താണ് നമ്മൾ നേടിയെടുക്കേണ്ട ഒരു ലക്ഷ്യം എന്നുള്ളതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം ഈ CEOയുടേത് കേട്ടു. ഇതാണ് പൊതു അവസ്ഥ. അല്ലാതെ ഈ കാര്യത്തിന് വേറൊരു പരിഹാരം ഉണ്ടാവില്ല. എങ്ങനെയെങ്കിലും ഉരുട്ടിപ്പുരട്ടി ഇത് ഈ സമയത്ത് തീർക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഏക ലക്ഷ്യം.
ആണ് അത് ഇതിനകത്ത് ഞാൻ പക്ഷേ ഈ രത്തൻ യു ഖേൽക്കറിനെയും കലക്ടർമാരെയൊക്കെ ഈ സംഭവത്തിൻ്റെ ഇരകളായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം അവരുടെ മുകളിൽ കൂടെ ഇതിൻ്റെ സമ്മർദ്ദമുണ്ട് എന്നതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെ നടപ്പാക്കാൻ ആവശ്യപ്പെട്ടതുകൊണ്ട് അല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെങ്കിലും ഒക്കെ ഇങ്ങനെ നടപ്പാക്കാൻ ആവശ്യപ്പെട്ടവർ അവരും ഇതിൻ്റെ സമ്മർദ്ദത്തിലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് അവർക്ക് അവരുടേതായുള്ള കുഴപ്പങ്ങളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അവരും ഈ പ്രശ്നത്തിൻ്റെ ഇരകളാണ് എന്ന സമീപനം എടുക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മറ്റൊന്ന്, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ പ്രോസസ്സ് കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ BJP ഒഴികെ ബാക്കി മുഴുവൻ ആളുകളും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഏതാണ്ട് കേരളത്തിൽ 92% വോട്ടും കൈവശം വെക്കുന്ന രണ്ട് മുന്നണികളുടെയും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെല്ലാം എതിർക്കുകയാണെങ്കിലും അവർ ഈ പ്രോസസ്സിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് തന്നെയാണ് ആളുകളോട് പറഞ്ഞിരിക്കുന്നത്. ആ നിലക്ക് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല ഇതിങ്ങനെ BLOമാർക്ക് വലിയ പ്രയാസപ്പെട്ടുകയാണ് എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് പല ഗ്രൂപ്പുകളും ഓൺലൈൻ വഴി സ്വയം ചെയ്യാനുള്ള സഹായങ്ങൾ നൽകുകയും അത് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പലതരത്തിൽ ഇത് കേരളം പോലൊരു സ്ഥലത്ത് ഇത്തരം കാര്യങ്ങൾ മനുഷ്യർ വിചാരിച്ചാലങ്ങ് നടക്കും എന്ന മട്ടിൽ ആ നിലക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബീഹാറിലാണല്ലോ SIR ആദ്യം നടപ്പാക്കിയത്. ബീഹാറിൽ 90 ദിവസം ഉണ്ടായിരുന്നു ഇത് നടപ്പാക്കാൻ, കംപ്ലീറ്റ് ചെയ്യാൻ, പൂർണ്ണമായിട്ട് ചെയ്യാൻ. അപ്പോൾ തന്നെയും രാജ്യത്തെ മുഴുവൻ മാധ്യമങ്ങളിലും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും ബീഹാറിലെ പാർട്ടികളും എല്ലാം ഇത് വേണ്ടത്ര സമയമില്ല എന്ന നിലപാടാണ് മുന്നോട്ട് വെച്ചത്. നമുക്ക് ഓർമ്മയുണ്ട് ബീഹാറിൽ 90 ദിവസം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ 30 ദിവസം മാത്രമേ ഉള്ളൂ. 1 ദിവസം മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് ഓർക്കണം. അപ്പോൾ ഈ രത്തൻ ഖേൽക്കർ വന്നിട്ട് ഇവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് പറയുന്നതിൽ യാതൊരു കാര്യമില്ല, വളരെ വലിയ ബുദ്ധിമുട്ടാണ്. അതിൽ തന്നെ ദുർബലരായിട്ടുള്ള ആളുകൾ, മറ്റ് മാനസിക പ്രയാസങ്ങൾ കൂടെയുള്ള ആളുകൾ, മറ്റ് പ്രയാസങ്ങളും അല്ലെങ്കിൽ ഇത് എന്നെ കൊണ്ടാവുകയില്ലേ എന്ന് വിചാരിക്കുന്ന ഒരല്പം സമൂഹത്തിൽ അങ്ങനെ ഇറങ്ങി ഇടപെടാതെ ജീവിക്കുന്ന സൗമ്യരായിട്ടുള്ള മനുഷ്യരൊക്കെ കൂടുതൽ പ്രയാസപ്പെട്ടു പോകില്ലേ എന്ന കാര്യം നമ്മൾ ആലോചിക്കേണ്ടതാണ്. പരസ്പരം സഹകരിച്ചൊക്കെ ചെയ്യണം എന്ന് അദ്ദേഹം പറയുന്നത് നല്ല കാര്യമൊക്കെയാണ്, കേരളത്തിൽ നടക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഇപ്പോഴാണെങ്കിൽ ബൂത്ത് ലെവൽ ഏജൻറ്റുമാർക്ക് കൂടെ പങ്കാളിത്തം, അവർക്കൊരു 50 ഫോം എടുത്ത് കൈവശം വെച്ച് തീർക്കാം എന്നതുകൊണ്ട് അങ്ങനെ അവരെ കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് കുറച്ചൊരു ആ നിലക്കുള്ളൊരു സമാധാനം ഉണ്ടാവുകയും ചെയ്യുമായിരിക്കും. ഒറ്റ കാര്യം കൂടെ ഞാൻ പറയട്ടെ ഹർഷ, അതായത് ഇതൊരു യന്ത്ര സമാനമായിട്ട് ഇങ്ങനെ മകളിൽ നിന്ന് താഴേക്ക് അടിച്ചേൽപ്പിക്കുകയാണ്. അതും നാട്ടിലെ സാഹചര്യങ്ങൾ അറിയാവുന്ന രാഷ്ട്രീയ പാർട്ടി, അതിപ്പോൾ ബീഹാറിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഇതിങ്ങനെ നടപ്പാക്കരുത് എന്ന് പറയുമ്പോഴും കേരളത്തിലാണെങ്കിൽ അവിടെ 90 ദിവസം ഉണ്ടായിരുന്നെങ്കിൽ 30 ദിവസമേ ഉള്ളൂ. എന്നു മാത്രമല്ല ഇവിടെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പണി വേറെ വഴിക്ക് നടക്കുകയും ചെയ്യുകയാണ്. ഇതിൻ്റെയൊക്കെ ഇടയിൽ ഇങ്ങനെ മുകളിൽ നിന്ന് യന്ത്രസമാനമായിട്ട് നിങ്ങൾ നടപ്പാക്കണമെന്ന് പറയുന്ന സംവിധാനത്തോട് നന്നായിട്ട് കലഹിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയമായിട്ട്. ഇതിനകത്ത് എൻ്റെ ഒരു ഇടതുപക്ഷക്കാരനായിട്ടുള്ള സുഹൃത്ത്, ഇടതുപക്ഷ പാർട്ടിയിലെ അംഗമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നെ വിളിച്ച് പറഞ്ഞൊരു കാര്യം, കഴിഞ്ഞ ദിവസം ചർച്ച കഴിഞ്ഞിട്ട് കണ്ടപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞ ഒരു കാര്യം, അത് പുറത്ത് പറയേണ്ടതാണെന്ന് തോന്നലുകൊണ്ട് ഞാൻ പറയാണ്. നിശ്ചയമായിട്ടും ഈ പറഞ്ഞ ആൾ കേന്ദ്ര സർക്കാർ വിരുദ്ധനാണ്, BJP വിരുദ്ധനാണ്, ഈ SIR നടപടികളോട് നല്ല രാഷ്ട്രീയ വിരോധമുള്ള ആളാണ്. അങ്ങനെ മുൻകൂർ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മനസ്സിലാക്കിയാൽ മതി. പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നി. എന്താണെന്ന് വെച്ചാൽ ഈ BJP അവരുടെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ 2 or 3 തെരഞ്ഞെടുപ്പുകളിൽ അവർ അവിഹിതമായിട്ട് ഒരുപാട് ആളുകളെ വോട്ടർ പട്ടികയിലേക്ക് തിരികെ കയറ്റി എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഈ നിങ്ങൾ നോക്കൂ, തൃശ്ശൂരിലടക്കം സുരേഷ് ഗോപി ജയിച്ചത് സുരേഷ് ഗോപിയുടെ തിരുവനന്തപുരത്തും മറ്റുള്ള ബന്ധുക്കൾ അവിടെ വോട്ടുള്ള ആളുകൾ ഇവിടെ വന്ന് ചേർത്തിട്ടല്ലേ. അപ്പുറത്ത് ആലത്തൂരും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന, പാലക്കാടും ഒക്കെ ഉണ്ടായിരുന്ന ഒരുപാട് BJP പ്രവർത്തകരെ വീടുകൾ വാടകയ്ക്ക് എടുത്തിട്ട് അവിടേക്ക് വോട്ടർ പട്ടികയിലേക്ക് തിരികെ കയറ്റിയില്ലേ BJP. അങ്ങനെ ഈ സംസ്ഥാനത്തെമ്പാടും നടത്തിയിട്ടുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിലും നടത്തിയിട്ടുണ്ട്. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രോസസ്സിന് ആകെ ഇവർക്ക് അനുകൂലമായ രീതിയിൽ വ്യാജമായിട്ടും പുറത്തുനിന്ന് വന്ന ആളുകളെയും വോട്ടർ പട്ടികയിലേക്ക് തള്ളിക്കയറ്റിയിട്ടുണ്ട്. അത് രാഹുൽ ഗാന്ധിയെ പോലെ ദേശീയ പ്രാധാന്യമുള്ളൊരു പ്രതിപക്ഷ നേതാവ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം ചേർന്നിട്ട് അത് പുറത്തേക്ക് വലിച്ചിട്ടപ്പോൾ ഒരല്പം വൈകിട്ടാണെങ്കിലും ജനങ്ങൾക്ക് മുന്നിൽ വോട്ട് ചോരി നടക്കുന്നുണ്ട്, വോട്ടിൽ ക്രമക്കേട് നടക്കുന്നുണ്ട്, വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടക്കുന്നുണ്ട് എന്ന കാര്യം പുറത്തേക്ക് വെളിവാക്കി കൊണ്ടുവന്നപ്പോൾ അത് പുറം രാജ്യങ്ങളടക്കം ലോകമാകെ തന്നെയും ഇന്ത്യൻ ജനാധിപത്യത്തെ ആ നിലക്ക് സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി രക്ഷയില്ല എന്ന് കണ്ടിട്ട് അവർ ഈ വോട്ടർ പട്ടികയാകെ അവർക്ക് അനുകൂലമായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്ര പെട്ടെന്ന് ഇപ്പോൾ SIR നടപ്പാക്കുന്നതെന്ന് അയാൾ പറഞ്ഞപ്പോൾ അതൊരു അതിശയോക്തിയാണോ എന്ന സംശയമുണ്ടായെങ്കിലും അത് പരിഗണിക്കേണ്ടതാണല്ലോ എന്ന തോന്നൽ കൂടെ എനിക്കുണ്ടായി. അതായത് BJP ആണ് ഈ വോട്ടർ പട്ടികക്കകത്തേക്ക് ആളുകളെ അവിഹിതമായിട്ട് തിരികെ കയറ്റിയത്. അത് പിടിക്കപ്പെടുമെന്നായപ്പോൾ അവരതിന് ഈ ഭരണഘടനാപരമായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുസൃതമായിട്ടും തന്നെയുള്ളൊരു നടപടിയിലൂടെ അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതാണ് ഈ കാണുന്നത്. അതിൻ്റെയും ബുദ്ധിമുട്ട് ജനങ്ങൾ അനുഭവിക്കുക. വോട്ടർ പട്ടികയിൽ അങ്ങനെ അവർ വ്യാജം കാണിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് ജനങ്ങൾ അനുഭവിക്കുന്നു. വോട്ടർ പട്ടിക ക്ലീൻ ചെയ്തിട്ട് തടി രക്ഷപ്പെടുത്താൻ വേണ്ടി അവർ ശ്രമിക്കുന്നതിൻ്റെയും ബുദ്ധിമുട്ട് നാട്ടുകാർ അനുഭവിക്കുന്നു. BLOമാർ പ്രയാസപ്പെടുന്നു, BLOമാർ ആത്മഹത്യ ചെയ്യുന്നു എന്ന് ഈ ഇടതുപക്ഷക്കാരനായിട്ടുള്ള BJP വിരുദ്ധനായിട്ടുള്ള കേന്ദ്ര സർക്കാർ വിരുദ്ധൻ തന്നെയായിട്ടുള്ള ഇയാൾ പറഞ്ഞതിനെ അയാളുടെ കേന്ദ്ര സർക്കാർ വിരുദ്ധത കൊണ്ടും BJP വിരുദ്ധത കൊണ്ടും മാത്രമാണ് അയാളത് പറഞ്ഞത് എന്ന് ഉറപ്പിച്ച് കാണാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും. അത് മാത്രമല്ല, ഇതിനകത്ത് വേറെയും ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ പൗരത്വ സർവേ തന്നെയാണോ ഈ പറഞ്ഞ് നടക്കുന്നത്, ഇതിന് സമാന്തരമായി നടക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള സംശയം കൃത്യമായി കാര്യകാരണ സഹിതം ആളുകൾ ഉന്നയിക്കുന്നുണ്ട് ഇതിന് സമാന്തരമായി. വേറൊന്ന്,
ഇത് നടക്കുന്ന എല്ലാ സ്ഥലത്തും ഈ പ്രതിഷേധം നടക്കുന്നുണ്ട് കേട്ടോ. കേരളത്തിൽ മാത്രം നടക്കുന്ന കാര്യമല്ല, തമിഴ്നാട്ടിൽ ശക്തമായ പ്രതിഷേധമാണ് നടക്കുന്നത്. ഒന്നാമത്തെ കാരണം അവർ പറയുന്നത് പരിശീലനമില്ലായ്മയാണ്. വ്യക്തമായ പരിശീലനമില്ലാതെ ഈ SIR വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സങ്കീർണമായ പ്രശ്നങ്ങളാണ് അവിടെ അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഉദ്യോഗസ്ഥർ അവിടെ സമരത്തിലേക്ക് തന്നെ കടന്നിരിക്കുന്നു എന്നുള്ളതാണ് തമിഴ്നാട്ടിലെ അവസ്ഥ. മറ്റു പല സ്ഥലങ്ങളിലും ഈ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുകയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഏറ്റവും ഈ സംസ്ഥാനങ്ങളിലെല്ലാം ഇങ്ങനെ നടക്കുമ്പോൾ ഏറ്റവും കൃത്യതയോടെ ഇത് നടക്കുന്ന ഒരു സംസ്ഥാനം ഒരുപക്ഷെ പതിവ് പോലെ തന്നെ കേരളമായിരിക്കും. അതിന് കാരണം നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇപ്പോൾ ഇവരിങ്ങനെ ഒരു പ്രശ്നം നേരിടുന്നുണ്ട് BLOമാർ എന്നത് അറിഞ്ഞതിന് ശേഷം, അത് ചർച്ചയായതിനു ശേഷം, ഒരു BLOയുടെ ഈ ജീവൻ വെടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായതിനു ശേഷം സജീവമായി ഗ്രൂപ്പുകളിൽ സനീഷും കാണുന്നുണ്ടാവും, എല്ലാവരും ഇത് ഓൺലൈനിൽ എങ്ങനെ പൂരിപ്പിക്കാം എന്നുള്ളത് സംബന്ധിച്ച് നാട്ടുകാർ തന്നെ ക്ലാസ് എടുക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഈ ജോലിയെ പരമാവധി ഇവരുടെ ജോലി ഭാരത്തെ കുറയ്ക്കാൻ വേണ്ടി പൊതുവായ കൂട്ടായ ഒരു ശ്രമം സമൂഹത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ വാർത്താ സമ്മേളനം കണ്ടു. BLOമാർക്ക് അവരെ സമ്മർദ്ദത്തിലാക്കുന്നത് തന്നെയാണ് ആ വാർത്താ സമ്മേളനവും. കാരണം BLOമാർ സൂക്ഷിച്ചിരുന്നോണം, ഇത് ഭീഷണി തന്നെയാണ്, നിങ്ങൾ രാഷ്ട്രീയമായി പ്രവർത്തിച്ചാൽ നിങ്ങളെ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഇന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ പറയുന്നത് എന്താണ്, നിങ്ങൾ ഈ ജോലി തീർക്കുക എന്നുള്ള കാര്യത്തിൽ വേറെ സംശയമൊന്നുമില്ല, ഭരണഘടനാപരമായ ഉത്തരവാദിത്വമാണ്, ആ നിലയ്ക്ക് ആ ജോലി തീർത്തേ മതിയാകൂ എന്നുള്ള സമ്മർദ്ദം അവിടെ കൊടുക്കുന്നുണ്ട്. ആ സമ്മർദ്ദം ഒരു ഇഞ്ച് പോലും പക്ഷേ മാറിയിട്ടില്ല ഈ BLOമാർക്ക് മേലുള്ളത് എന്നുള്ള കാര്യമാണ് യാഥാർത്ഥ്യം. ഈ മെറ്റിൽ ഇതെല്ലാം ചർച്ചയാവുന്നുണ്ട്, മറ്റിടപെടലുകൾ ഉണ്ടാവുന്നുണ്ട്. ഇതെല്ലാം ഉള്ളപ്പോഴും ഈ സമ്മർദ്ദം നിലനിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ BLAമാർ, ഈ ബൂത്ത് ലെവൽ ഏജൻറ്റുമാരുണ്ടല്ലോ, രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ, അവരുടെ സഹകരണം നന്നായി ഉണ്ടാകും. കാരണം എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ശരിക്കും BLAമാരാണ് ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ഏറ്റവും സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും കാര്യക്ഷമമായി ഇടപെടുന്നതും സഹായിക്കുന്നതും എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും അത് നമ്മളെല്ലാം കാണുന്നതാണ്. അപ്പോൾ ആ സാഹചര്യം ഒരുപക്ഷെ ഉണ്ടാകും. പക്ഷേ അത് മറ്റു ചില തരത്തിൽ സംഘർഷങ്ങൾക്കും കാരണമാകും. ഇപ്പോൾ കണ്ണൂർ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആൾ തന്നെ BLA ആയിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ അയാൾക്ക് ഗൃഹസന്ദർശനത്തിനുള്ള മറ്റൊരു സാധ്യതയും അവരെ സഹായിക്കുന്നതിനുള്ള സാധ്യതയും ഒക്കെ ഇതിനെ പരിഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ കണക്കാക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെ സംഘർഷം ഉണ്ടായി. ഈ സമാനമായ സ്ഥിതി വേറെയും ഉണ്ടാവാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുകയാണ് എന്നുള്ളതാണ് പ്രശ്നം. എന്തായാലും ഇത് ഈ വോട്ടർ പട്ടിക പരിഷ്കരണം വിജയകരമായി തന്നെ കേരളത്തിൽ പൂർത്തിയാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്തിനാണ് ഇത്ര തിടക്കപ്പെട്ട് ഒരു നടപടി എന്ന ചോദ്യം ബാക്കിയാണ്. ആരെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് തൃപ്തിപ്പെടുത്താനുള്ളത്? കഴിഞ്ഞ 2 ആഴ്ചയായി സംസ്ഥാനത്തെ BJP ഒഴികെയുള്ള രാഷ്ട്രീയ കക്ഷികൾ ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചു തുടങ്ങിയിട്ട്. SIRൻ്റെ ജോലി സമ്മർദ്ദം ഒരു മനുഷ്യജീവൻ എടുത്തു കഴിഞ്ഞു. തുച്ഛമായ ശമ്പളത്തിൽ നിന്ന് ജീവിതത്തിൻ്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ നെട്ടോട്ടമോടുന്ന BLOമാർ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ്. ഒരു വശത്ത് ഉദ്യോഗസ്ഥരുടെ ഉഗ്രശാസനയും ടാർഗറ്റും, മറുവശത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റ് ജോലികളും കാര്യങ്ങളും. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയബന്ധിതമായി നടപ്പാക്കേണ്ടതാണെങ്കിലും SIRന് അത്തരമൊരു നിബന്ധന ഇല്ലെന്നതാണ് വസ്തുത. നിയമസഭയുടെ കാലാവധി അവശേഷിക്കാൻ വിരലിലെണ്ണാവുന്ന മാസങ്ങളെ ബാക്കിയുള്ളൂ. കേരളത്തിനൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കേണ്ട അസമില്ലാകട്ടെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ധൃതി പിടിച്ച് നടപ്പിലാക്കുന്നുമില്ല. SIRൻ്റെ നിയമസാധുത നാളെകളിൽ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. നിയമ പോരാട്ടം അതിൻ്റെ വഴിക്ക് നീങ്ങട്ടെ. മനുഷ്യനിവിടെ ഭയവും സമ്മർദ്ദവും ഇല്ലാതെ ജോലി ചെയ്യാനാകണം. ഉത്തരവാദിത്തങ്ങളുടെ സമയരേഖയും അച്ചടക്കത്തിൻ്റെ ചൂരൽവടിയും നീട്ടി ജീവിക്കാനുള്ള അവകാശം ഇല്ലാതെയാക്കരുത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഇക്കാര്യത്തിൽ മുൻകൈ എടുക്കണമെന്ന അഭിപ്രായമാണ് RDXന്.